അപ്പോൾ നാർസിസിസ്റ്റിക് മദറിലോ അവരെ നമുക്ക് ചുരുക്കി മില്ലെന്ന് വിളിക്കാം. അവരുടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുകയുണ്ടായി. അവർ തുടക്കത്തിൽ എങ്ങനെയായിരിക്കും അവരുടെ ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഇഷ്യൂസ്, അവരുടെ ഉള്ളിലെ ലോകം, അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചു. ഒരു പാരൻറ്റ്ഹുഡ് എങ്ങനെയായിരിക്കും അതിനെപ്പറ്റി നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചു. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് എന്താ ഇനി അതിൻ്റെ ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഞാൻ പറയുണ്ടായി നാർസിസിസ്റ്റിക് മദറിലോ എന്താണ് തുടക്കത്തിൽ ഭയങ്കര നൈസായിരിക്കും. അവരെ നിങ്ങളെ ഒരു കൈപ്പിടിയിലാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും, അവർ പിന്നെ നിങ്ങളെ ഗ്രൂം ചെയ്യാൻ തുടങ്ങും. അവരുടെ സ്വഭാവം പതുക്കെ ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. അവരെന്താണ് നിങ്ങളിൽ നിന്ന് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങും. നിങ്ങളെന്താ അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അവരെന്താണ് തുടക്കത്തിൽ വളരെ നൈസായിരിക്കും. അവർ നിങ്ങളെ കയ്യിലെടുക്കാനായിരിക്കും നോക്കുക, നിങ്ങളുടെ ഇൻഫോർമേഷൻ അറിയാനായിരിക്കും നോക്കുക, നിങ്ങളെങ്ങനെയാണ്, നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്. ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും തുടക്കത്തിൽ. നിങ്ങൾക്ക് ഏതൊക്കെയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അവർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും, അവർ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഭാവിയിൽ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാനും ഉള്ള ഒരു ആയുധങ്ങളായിരിക്കും ഈ കമ്മ്യൂണിക്കേഷനൊക്കെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ നിങ്ങളുടെ ഇൻഫോർമേഷൻ, നിങ്ങളറിയാണ്ട് തന്നെ ഒരുപാട് ഇൻഫോർമേഷൻ നിങ്ങളിൽ നിന്ന് ചോദിച്ച് നിർബന്ധിച്ച് പിടിച്ചെടുക്കുന്നുള്ളത് ഒരു കാര്യമാണ്. നിങ്ങളെന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, നിങ്ങളാരാണ്, നിങ്ങളെപ്പറ്റി ഒരു പേഴ്സണെ ആദ്യം ഉണ്ടാക്കിയെടുക്കുകയും പിന്നെ എന്താണ് ഇതിനെ പതുക്കെ എന്താണ് തകർക്കാനായിട്ട് ശ്രമിക്കുകയും ഇതിനെ എന്താണ് ആക്രമിച്ചിട്ട് എന്താണ് നിങ്ങളെ ട്രിഗർ ചെയ്യാൻ നോക്കുകയും പതുക്കെ നിങ്ങളെ ട്രിഗർ ചെയ്തിട്ട് എന്താ നിങ്ങളെ റിയാക്ഷനിലേക്ക് കൊണ്ടുവരാൻ, നിങ്ങളുടെ ആ ഒരു സ്റ്റെബിലിറ്റി കളയാൻ നോക്കുകയും, നിങ്ങൾ റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് അത് നിങ്ങളുടെ പ്രശ്നമാണ്, എല്ലാതും നിങ്ങളുടെ പ്രശ്നമാണെന്ന് പറഞ്ഞ് എന്താണ് പറഞ്ഞ് പരത്താൻ നോക്കുകയും ചെയ്യും. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളെ പറ്റി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവർ പതുക്കെ നിങ്ങളെന്താണ് ഇങ്ങനെ പിക്ക് ചെയ്ത് തുടങ്ങും. ഒരു സെക്കൻഡ് മീനിങ് ഒക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ തുടങ്ങും. അവരുടെ സ്വഭാവം പതുക്കെ മാറാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ പേടിച്ച് തുടങ്ങും. അപ്പോൾ ഇങ്ങനെ പതുക്കെ നിങ്ങളെന്താണ് ഒരു പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും, നിങ്ങൾക്ക് അതിന് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് ആ റിയാക്ഷൻ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുകയും നിങ്ങളുടെ പരമാവധി എല്ലാ ആളുകളിലേക്കും നിങ്ങളുടെ ഈ ഒരു സ്വഭാവ ദൂഷ്യത്തിനെ പറ്റിയിട്ട് എന്താണ് എത്തിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നത് അവർക്ക് ഒരു ഹരമാണ്. അത് കണ്ടു നിൽക്കാൻ എന്താണ് അവർക്കൊരു ഹരമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തി നിൽക്കുന്നത് കാണുമ്പോൾ എന്താണ് അവർ ഉള്ളിലൊരു ചിരിക്കുന്നുണ്ടാവാം. നിങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ ബാക്കിയുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ അവർ ശ്രമിക്കും. നിങ്ങളെന്താണെന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി നിങ്ങളെ എന്താണ് അതിൽ നിന്നും ചെറുതായി മാറ്റി വേറെ ഒരു പേഴ്സണയായി നിങ്ങളുടെ മുന്നിൽ തന്നെ വെച്ചെന്താണ് ബാക്കിയുള്ളവരെ പരിചയപ്പെടുത്തും. അപ്പോൾ നിങ്ങൾ ഒരു കൺഫ്യൂഷനിലേക്ക് ഇതുവഴി പോവാൻ സാധ്യതയുണ്ട്. അവർക്ക് വേണ്ട ഒരു ബോക്സിൽ ഇനി നിങ്ങളുടെ ഇൻഫോർമേഷൻ അറിഞ്ഞ ശേഷം അവർക്ക് നിങ്ങളെ ഒരു ബോക്സിലാക്കാം. അപ്പോൾ അതിനവർ പരമാവധി പരിശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങളിൽ നിന്ന് വേണ്ടത് എന്താണ്, ആ ഒരു കാര്യം കൂടി അവർ ബാക്കിയുള്ളവരുടെ ആ ഒരു ഇൻഫ്ലുവൻസിൽ വെച്ചിട്ട് എന്താണ് നിങ്ങളെപ്പറ്റി അങ്ങനെ സംസാരിക്കും. നിങ്ങൾ അല്ലാത്ത കാര്യങ്ങളെപ്പറ്റി, നിങ്ങളുടെ ഒരു ഡിഫറൻറ്റ് പേഴ്സണ, നിങ്ങളങ്ങനെയാണ് എന്ന് പറഞ്ഞെന്താണ് അത് അവതരിപ്പിക്കും. നമുക്കതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതെന്താണ് അപ്പോഴേക്കും നമ്മളെന്താണ് ഒരു ഡിഫെൻസ് മോഡിൽ നമ്മളെ ആ ഒരു ഷട്ട് ഡൗൺ മോഡിലേക്ക് അവർ എത്തിച്ചിട്ടുണ്ടാവും. നമുക്ക് അവരോട് എതിർത്ത് സംസാരിക്കാൻ പറ്റാത്ത രീതിയിലും ഒരു ഭയം ഉളവാക്കിയിട്ടുണ്ടാവും. നമ്മുടെ ഭാവിയെ പറ്റിയും നമ്മുടെ ലൈഫിനെ പറ്റിയും നമ്മുടെ കുടുംബത്തിനെ ഒരു തകർച്ചയിലേക്ക് കൊണ്ടുപോകാതിരിക്കാനും എന്താണ് നമ്മൾ പരമാവധി എന്താണ് സൈലൻ്റായി പെരുമാറാൻ ശ്രമിക്കും. പിന്നെ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, അവർ എല്ലാ കാര്യങ്ങൾക്കും കൺട്രോൾ ഏറ്റെടുക്കാൻ നോക്കും. നിങ്ങളുടേതായിട്ട് എന്താണ് ഒന്നും ഉണ്ടാവില്ല, എല്ലാം അവരുടേതായിരിക്കും. അവർ പറയുന്ന പോലെ ആയിരിക്കും. അതിൽ നിങ്ങളാണ് ഒരു കഞ്ഞിയിൽ വീണ പാറ്റ എന്ന് തന്നെ പറയാം, അതുപോലെ വന്ന് നിൽക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് സ്വന്തമായ ഒരു കഞ്ഞിയില്ല എന്നുള്ളൊരു രീതിയിലാണ് അവരുടെ പെരുമാറ്റം. അപ്പോൾ അവർ പറയുന്നത് എന്താണ്, അവിടെ കാണുന്നതെല്ലാം അവരുടേതാണ്. അവരുടെ ഇൻഫ്ലുവൻസിൽ വരുന്ന നിങ്ങളും അവരുടെ ഒരു ഭാഗമാണ്. അപ്പോൾ നിങ്ങളുടേതായിട്ട് ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരിൽ നിന്ന് ചോദിച്ച് വാങ്ങാം. അവർക്ക് പറ്റുമെങ്കിൽ അവർ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള ചിലപ്പോൾ ആ ഒരു ടൈമും സ്പേസും കൂടി ചിലപ്പോൾ അവരുടെ ആ ഒരു ഡിസിഷനിലായിരിക്കും നടക്കുക. നിങ്ങളുടെ ഉറങ്ങുന്ന സമയം കൺട്രോൾ ചെയ്യാൻ നോക്കും. നിങ്ങൾ എവിടേക്കൊക്കെ പോകുന്നുണ്ട്, നിങ്ങളുടെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാൻ നോക്കും. നിങ്ങളുടെ ടൈമിംഗ് ഒക്കെ വളരെയധികം തെറ്റും. നിങ്ങളുടെ ഉറക്കം തെറ്റും. നിങ്ങളുടെ ഭക്ഷണ രീതികൾ തെറ്റും. ഇത് പിന്നെ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നാർസിസിസ്റ്റിക് മദറിലോ വീട്ടിലുണ്ടാക്കി വെച്ചിരിക്കുന്ന റൂൾസ്, നിയമങ്ങൾ, അതെന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും. അവർക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു അബാൻഡൻമെൻറ്റ് ഫിയർ ഉണ്ട്. അപ്പോൾ
അവർ ശ്രദ്ധിക്കുന്നത് വീട്ടിലെല്ലാ കാര്യങ്ങളും എന്താണ് അവരുടെ കൺട്രോളിൽ നിൽക്കണം, അവരുടെ ഇഷ്ടത്തിൽ കാര്യങ്ങൾ നടക്കണം. അപ്പം അതിനായിട്ട് എന്താണ് അവർ കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും, കുറച്ച് കള്ളങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷേ അതിൽ നിന്ന് എന്താണ് ഒരു വീട്ടിലെ മുഴുവനായ ആൾക്കാരും എന്താണ് കൈപ്പിടിയിലാവും, കൺട്രോളിലാവും. കാരണം ഒരു ഉദാഹരണത്തിന് രാത്രിയിൽ ഒരു 6 മണി 7 മണിയോ കഴിഞ്ഞാൽ വീട്ടിലുള്ള ആരും പുറത്തേക്ക് പോകാനും തിരിച്ചു വരാനോ പാടില്ല. അങ്ങനെയുള്ളൊരു നിയമം അവർ വെച്ചിട്ടുണ്ട്. കാരണം അവർക്ക് രാത്രിയിൽ ഒറ്റയ്ക്കിരിക്കാൻ ഭയമാണെന്നുണ്ടെങ്കിൽ എന്താണ് ആ വീട്ടിലെല്ലാവരും എന്താണ് ആ ഒരു കൺട്രോളിലായി ആ ഒരു സമയത്തിൽ എന്താണ് അവർ ഒരു എക്സെല്ലിൽ നടക്കുകയാണല്ലേ. നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളൊരു രാജാവും ബാക്കിയുള്ളവരെന്താണ് ആ ഒരു നിയമം അനുസരിക്കുന്ന പ്രജകളും. അല്ലെങ്കിൽ അവർക്ക് പറ്റില്ല, അത് അവരുടെ ഒരു സർവൈവലിനോടുള്ള ഭയമാണെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് പേടിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇങ്ങനെ ഒരുപാട് നുണകൾ അവർക്കത് ഉപയോഗിക്കാം. അവർ ഡിസെപ്റ്റീവായിട്ട് പെരുമാറുന്നത് നമുക്ക് കാണാൻ പറ്റും. വേറൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് രാത്രി ഇത്ര സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനൽ തുറന്നിടാൻ പാടില്ല. അങ്ങനെയുള്ളൊരു നിയമം വരുമ്പോൾ എന്ത് സംഭവിക്കും? അത് അവർക്ക് ദുസ്വപ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ഒരു നിയമം വരുമ്പോൾ എന്ത് സംഭവിക്കും? ആ വീട്ടിലെല്ലാവരും ആ ഒരു നിയമം അനുസരിക്കാൻ ബാധകരാണ്. അപ്പോൾ അതും ബാക്കിയുള്ളവരുടെ ഉള്ളിൽ കാലകാലങ്ങളായി പതുക്കെ പതുക്കെ ഭയം ഉണ്ടാക്കുകയും അതുവഴി ഒരുപാട് ആളുകൾ ഒറ്റയടിക്ക് തന്നെ അവരുടെ കൺട്രോളിൽ വരികയും ചെയ്യും. അവർക്ക് രാത്രി പുറത്തിറങ്ങാൻ പേടിയാണെന്ന് അവർ പറയാം. കാരണം കള്ളന്മാരെ പേടിയാണ്. അങ്ങനെ വളരെ നമുക്ക് അത്ര അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, എന്നാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും. അങ്ങനെ പറയുകയാണെങ്കിൽ അവരുടെ കൂടെ ആരെങ്കിലും വരണം. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ അവരും അതിലുള്ളിലൊരു സന്തോഷം കണ്ടെത്തും. വീടിൻ്റെ മുൻവാതിൽ തുറന്നിടാൻ പാടില്ല, അങ്ങനെ ഒരു കാര്യം പറയുകയാണെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും മുൻവാതിൽ അടയ്ക്കാൻ വേണ്ടി ഓടി നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ ചെറിയ കൺട്രോൾ ടാക്റ്റിക്. ഇത് പതുക്കെ പതുക്കെ ആയിട്ട് കാലങ്ങളായി തുടരുമ്പോൾ ആ വീട്ടിലുള്ളവരുടെ സെൽഫ് കോൺഫിഡൻസും പോരാത്തതിന് കൂടുതലായിട്ടും നശിക്കുന്നത് മരുമോളായിരിക്കും അവിടുത്തെ സ്കേപ്പ് ഗോട്ട്. അപ്പോൾ ബാക്കിയുള്ളവരെന്താണ് അവർക്ക് അവരുടേതായ പൊസിഷനും റോളും ഉണ്ട്, അവരുടേതായ ആ ഒരു സേഫ്റ്റി അവരവിടെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് പതുക്കെ പതുക്കെ ഈ ഒരു ട്രാപ്പിലേക്ക് വീഴേണ്ടി വരും. തുടക്കത്തിലെ കാണിക്കുന്ന ആ ഒരു നല്ല സ്വഭാവങ്ങൾ, തുടക്കത്തിലെ നമ്മളറിയാനുള്ള നമുക്ക് ഗിഫ്റ്റുകൾ തരുന്ന ആ ഒരു സ്വഭാവം, അവർ തരുന്ന ഗിഫ്റ്റുകളൊക്കെ ട്രാൻസാക്ഷണൽ ആയിരിക്കും. അവരെന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയായിരിക്കും തരുന്നത്. അത് ഭാവിയിൽ നിങ്ങളുടെ വിശ്വാസം അവർ വിലക്കി വാങ്ങാണ് അങ്ങനെ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങളെ വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്താണ് അവർക്ക് വേണ്ട രീതിയിൽ ഗ്രൂം ചെയ്തെടുക്കാം, അവർക്ക് വേണ്ട രീതിയിൽ ആക്കിയെടുക്കാം. അപ്പോൾ ഈ ഗ്രൂമിംഗ് എന്ന് പറയുന്നതാണ് തുടക്കത്തിൽ നമുക്ക് നാർസിസിസ്റ്റിക് ആയിട്ടുള്ള മദർ ഇൻ ലോസ് ചെയ്യണത് നമുക്ക് കാണാൻ പറ്റും. അവർക്ക് വേണ്ട ഒരു ആളാക്കി മാറ്റിയെടുക്കാൻ പരമാവധി ട്രൈ ചെയ്യും. നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഇത് തടുക്കുന്നത് കാണില്ല. പരമാവധി ഡിസ്മിസീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെ ചിലപ്പോൾ അടക്കി ഒതുക്കിയിട്ട് ചിലപ്പോൾ ബാക്കിയുള്ളവരോട് അവരുടെ മുന്നിൽ പരിചയപ്പെടുത്തും, ഇത് വളരെ അച്ചടക്കമുള്ള കുട്ടിയാണ്. അപ്പോൾ അത് അവർക്ക് വേണ്ട രീതിയിലാക്കിയില്ലേ. അപ്പോൾ അവരങ്ങനെ നിങ്ങളെ ഒരു പ്രത്യേക ബോക്സിലേക്ക് ഇടാണെന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ ഹെൽപ്പ് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അവർ നിങ്ങൾക്ക് ചെയ്തു തരികയാണെങ്കിൽ പിന്നീട് നമുക്കതിൻ്റെ ദൂഷ്യവശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഹെൽപ്പ് അവർ തരുന്നത് എപ്പോഴും ട്രാൻസാക്ഷണലാണ്, ഉദ്ദേശശുദ്ധി ഇല്ലാതെയാണ് അവർ തരുന്നത്. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും. അപ്പോൾ ഈ അവർ തരുന്ന ഉപകാരങ്ങളൊക്കെ ഭാവിയിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യാനും നിങ്ങളെ ഡീഗ്രേഡ് ചെയ്യാനും നിങ്ങളുടെ പേരിനെ മലിനപ്പെടുത്താനും വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ആ വീട്ടിൽ എല്ലാം അവരുടെ വഴിക്കായിരിക്കും നടക്കാൻ. അവിടെ വാടകയ്ക്ക് വരുന്ന ഒരാൾക്ക് പോലും അവരുടേതായ ഒരു സ്ഥലവും പരിഗണനയും ഉണ്ടാവുമല്ലേ. പക്ഷെ നിങ്ങൾ ഒരു മരുമോളാണെങ്കിൽ, നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഫാമിലി സിസ്റ്റത്തിൽ ഒരു മരുമോളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്വന്തമായി ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്പേസോ ടൈമോ അവിടെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ബൗണ്ടറിയും ഉണ്ടാവില്ല. ഒരു ബൗണ്ടറി എന്നുള്ളത് ഒരു കാര്യം അവർക്ക് അവരുടെ ഡിക്ഷണറിയിലില്ല. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ നിങ്ങൾ ഒറ്റയ്ക്കുള്ളപ്പോൾ നിങ്ങളോട് വളരെ വേറെ രീതിയിൽ പെരുമാറുകയും ബാക്കിയുള്ളവരുടെ ഇൻഫ്ലുവൻസിൽ വരുമ്പോൾ അവരുടെ സ്വഭാവം പോലെ മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ അവരുടെ കൂടെ ഒരു മാസം നിങ്ങൾ അവരുടെ മാത്രം ഇൻഫ്ലുവൻസിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം കുറയും, നിങ്ങളുടെ കോൺഫിഡൻസ് കുറയും. നിങ്ങളുടേതായ കാര്യങ്ങൾ പതുക്കെ പതുക്കെ അത് അവരുടേതാക്കും. നിങ്ങൾക്ക് കിച്ചണിലായാലും നിങ്ങൾക്കൊരു സ്പേസ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആ ഒരു സ്ഥാനം നിങ്ങൾക്ക് ഭാര്യ എന്ന ആ ഒരു സ്ഥാനം ആ വീട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതിനു വേണ്ടി പോലും നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കുള്ളപ്പോൾ അവർ വളരെ ഡിഫറൻ്റായി പെരുമാറുകയും നിങ്ങളെ നോവിക്കുകയും നിങ്ങൾക്ക് ദേഷ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ അവരെ വളച്ചൊടിച്ച് പറയുകയും അതൊക്കെ ചെയ്യും.
നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെന്താ പ്രോഗ്രാം ചെയ്യിപ്പിക്കും. നിങ്ങളെ പറ്റി അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ അവർ തന്നെ പറഞ്ഞ് പഠിപ്പിക്കും. പിന്നെ റെസ്റ്റ് ഓഫ് ദ ഫാമിലിയിൽ നിന്ന് എന്താ അവർ നിങ്ങളെ അകറ്റും. ബാക്കിയുള്ളവരുമായി എന്താ ഡയറക്റ്റായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ടാവാതെ അവർ നോക്കും. എല്ലാം എന്താണ് അവർ വഴിയായിട്ടായിരിക്കും നിങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്ക് നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ആരാണെന്നുള്ളൊരു കാര്യം അറിയാനുള്ള ആ ഒരു സാഹചര്യം പോവുകയും ചെയ്യും. അവർക്കല്ലെങ്കിലും അറിയാൻ പറ്റില്ല. കാരണം അവർ നിങ്ങളുടെ വീട്ടിലല്ല ജീവിക്കുന്നത്. ഒക്കെ എന്താണ് നാർസിസിസ്റ്റിക് ഫാമിലിയിൽ അമ്മായിയമ്മ എന്താണ് നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ പേര് പുറത്തൊക്കെ എന്താണ് മലിനപ്പെടുത്തിയിട്ടുണ്ടാവും. നിങ്ങൾ ആരാണെന്നുള്ള കാര്യങ്ങൾ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഗോസിപ്പിംഗ് നാർസിസിസ്റ്റിക് ആയിട്ടുള്ള മദർ-ഇൻ-ലോയുടെ ഒരു പ്രധാനപ്പെട്ട ഹോബിയാണ്. അവരൊരുപാട് ഗോസിപ്പ് ചെയ്യുകയും പലരോടും പല രീതിയിൽ കാര്യങ്ങൾ പറയുകയും അവരുടെ ഇൻഫ്ലുവൻസിൽ ആരൊക്കെയാണുള്ളതെന്ന് പോലും നമുക്കറിയാതെ എന്താണ് ആരൊക്കെയാണ് നമുക്കെതിരെ ഉള്ളത്, ആരൊക്കെയാണ് നമ്മളെ പറ്റി വേണ്ടാത്തത് ചിന്തിക്കുന്നത്, ആരൊക്കെയാണ് നമ്മുടെ ശത്രുമിത്രെന്ന് പോലും അറിയാൻ പറ്റാതെ നമ്മളെന്താണ് ആ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഫാമിലി സിസ്റ്റത്തിൽ നമ്മുടേതായ ഒരു സ്പേസ് പോലും ഇല്ലാതെ എന്താണ് നമുക്ക് ഉറങ്ങാനും എന്താണ് നമുക്ക് നമ്മുടെ മൂവ്മെൻറ്റ് പോലും റെസ്ട്രിക്റ്റ് ചെയ്ത് എന്താണ് നമുക്ക് ജീവിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവർ ബാക്കിയുള്ള ഫാമിലി സിസ്റ്റത്തിൽ നിന്ന് നിങ്ങളെ അകറ്റും. ഇനി അങ്ങാനും നിങ്ങൾക്ക് അവരായിട്ട് ഡയറക്റ്റായിട്ട് കോണ്ടാക്റ്റ് വരേണ്ടി വന്നാൽ നിങ്ങൾക്ക് അവരോട് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടാവും. കാരണം നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഈ മദർ-ഇൻ-ലോ എന്താണ് അവരോട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെപ്പറ്റി പറഞ്ഞ് തല തിരിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. നമുക്കതൊന്നും ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. നമുക്കപ്പോൾ ആദ്യം തന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന പോലെയാണ് തോന്നുക. ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ് നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യുന്ന പോലെയാണ് നമുക്ക് തോന്നുക. ചിലരെന്താണ് നമ്മളെ മുഖം വെട്ടിച്ച് നടക്കുന്നത് കാണാം. നമുക്കറിയില്ല എന്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാലം ആണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് നമ്മുടെ പുറത്തുള്ള ലോകത്തിലേക്ക് കടക്കാൻ ഈ ഒരു പാലം കടക്കണം. പക്ഷേ ഈ ഒരു പാലം എന്താണ് നമ്മളെ വളരെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന, നമ്മളെ ഒരു ബോക്സിലാക്കുന്ന, നമ്മളെപ്പറ്റി നുണകൾ പറഞ്ഞു പരത്തുന്ന, നമ്മുടെ കോൺഫിഡൻസും നമ്മുടെ സെൽഫ് എസ്റ്റീമും തകർത്ത് കളയുന്ന, നമുക്ക് നമ്മുടേതായ സ്ഥാനം പോലും തരാത്ത, ഒരു മനുഷ്യനാണെന്ന രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു അവസരം പോലും തരാത്ത ഒരു പാലമാണ് അല്ലേ. അപ്പോൾ നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം നമുക്കിവിടെ കാണാൻ കഴിയും നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഫാമിലി സിസ്റ്റത്തിൽ. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ എന്താണ് അപ്പുറത്തെ ആളുകൾ ആ ഫാമിലി സിസ്റ്റത്തിലുള്ള ബാക്കിയുള്ളവരെന്താണ് ടാർഗറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അവർ സത്യം മനസ്സിലാക്കുന്ന ആളുകളെ, അതിനുവേണ്ടി സംസാരിക്കുന്ന ആളുകളെ ഒക്കെ എന്താണ് സ്കേപ്പ് ഗോട്ട് ആക്കുകയും അപ്പോൾ ആ ഫാമിലി സിസ്റ്റത്തിൽ എന്താണ് നമ്മൾ വളരെ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യും. ആ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫാമിലി സിസ്റ്റമായി നിലനിൽക്കുന്നത് എന്താണ് അതിൻ്റെ ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള രീതി എല്ലാവരും സമ്മതിച്ച് പോയിട്ടുള്ളത് കൊണ്ടാണ്. ഇതിനെ ഇളക്കം തട്ടുന്ന ഒരാളെ അവർ അവിടെ നിർത്തുകയില്ല. അവരെന്താണ് പതുക്കെ സ്കേപ്പ് ഗോട്ട് ആക്കുകയും അവരെ തള്ളിപ്പറയുകയും അവരെ പുറത്താക്കാൻ ഏർപ്പാട് ചെയ്യുകയും അല്ലെങ്കിൽ എന്താണ് അവരുടെ സ്വാതന്ത്ര്യത്തിനെ എന്താണ് വളരെ ലിമിറ്റ് ചെയ്യുകയും അവരുടെ സംഭാഷണത്തിന്, അവരുടെ എക്സ്പ്രഷനെ അവർക്ക് ഒരു വോയിസ് പോലും ഇല്ലാതെ ആക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ അവർ നിങ്ങളൊരു റോബോട്ടായിട്ടാണ് കാണുക. നിങ്ങളും അവിടെ ഒരു റോബോട്ടായിട്ടാണ് നടക്കുക. നിങ്ങൾക്ക് ഫീലിങ്സ് ഇല്ല, നിങ്ങൾക്ക് സ്വന്തമായി ചിന്താശേഷിയില്ല. നിങ്ങൾ ഒരു എക്സെല്ലിൽ നടക്കുന്നത് പോലെ എപ്പോൾ തകരുമെന്ന് നമുക്കറിയില്ല, എപ്പോൾ എന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ നടക്കുക. അപ്പോൾ നമ്മുടെ എനർജിയൊക്കെ നമ്മളെന്താണ് നമ്മൾ അതിലേക്ക് കൊടുക്കും. നമ്മുടെ ഈ സർവൈവൽ മോഡിലേക്ക് കൊടുക്കും. നമ്മൾ വളരെയധികം ഷട്ട് ഡൗൺ ആവുകയും നമ്മുടെ നെർവസ് സിസ്റ്റം വളരെ അലാമിംഗ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലേക്ക് പോവുകയും ചെയ്യും. നമ്മൾ എവിടെയാണെന്ന് നമുക്കറിയില്ല. നമുക്ക് ചിലപ്പോൾ ഒരു ബോധമില്ലാതെ നമ്മൾ നടക്കുകയും അങ്ങനെ ഒരു റോബോട്ടായിട്ട് മാറുന്നതും നമുക്ക് ചിലപ്പോൾ കാണാൻ കഴിയും. ചിലപ്പോൾ അവർ നമ്മളെ മനിപ്പുലേറ്റ് ചെയ്യും. നമ്മളാണ് പ്രശ്നം വരെ നമ്മൾ ചിന്തിച്ച് പോകാം. നാർസിസിസ്റ്റിക് ഫാമിലി സിസ്റ്റത്തിൽ എന്താണ് ഈ അമ്മയുടെ കീഴിലായിരിക്കും എല്ലാവരും. അത് ഒരുപാട് കാലമായിട്ടുള്ള മനിപ്പുലേഷൻ നടന്നതുകൊണ്ട് അവരെ എതിർക്കാൻ എന്താണ് എല്ലാവർക്കും പേടിയായിരിക്കും. അപ്പോൾ ഒരു പുതിയതായിട്ട് ഇങ്ങനെ ഒരു സത്യം പറയുന്നയാൾ കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കും? ആ സത്യം പറയുന്നയാളായിരിക്കും അവിടെ വില്ലൻ. അപ്പോൾ അവരെ എന്താണ് എതിർക്കാൻ എന്താണ് ബാക്കി ഫാമിലി മെമ്പേഴ്സ് എന്താണ് മത്സരിക്കുകയായിരിക്കും. അവരുടെ സൈഡ് നിൽക്കാണ്ട് അമ്മയെ പ്രീതിപ്പെടുത്തി എന്താണ് അവരിൽ നിന്ന് പ്രോത്സാഹനം വാങ്ങി ജീവിക്കുന്നവരുണ്ട്. അതിൽ സന്തോഷിക്കുന്ന എനേബിളേഴ്സും ആ ഫാമിലി സിസ്റ്റത്തിൽ ഒരുപാട് കാണും. ആ ഫാമിലി സിസ്റ്റത്തിലും ഒരുപാട് നാർസിസിസ്റ്റുകളെ നമുക്ക് കാണാൻ കഴിയും. കാരണം അതൊരു ഡിസ്ഫങ്ഷണൽ ഫാമിലി സിസ്റ്റം ആണ്. ഹസ്ബൻഡ് എന്തായിരിക്കും അവരുടെ ഒരു പുപ്പറ്റായിരിക്കും. ആൾക്ക് സ്വന്തമായി ചിന്തിക്കാനോ സ്വന്തമായി പ്രവർത്തിക്കാനോ കഴിയില്ല. അവരുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ തന്നെ എന്താണ് നോക്കുന്നത് എന്തായിരിക്കും ഈ മദർ-ഇൻ-ലോ ആയിരിക്കും. അവരൊരു ഗോൾഡൻ ചൈൽഡ് ആണെങ്കിൽ എന്താണ് അവരെന്താണ് സ്നേഹിച്ചും കൊഞ്ചിച്ചുള്ള വാക്കുകളിലൂടെയും എന്താണ് അവർ
ഒരു വരുതിയിൽ നിർത്തിയിട്ടുണ്ടാവും. അവർക്ക് അറ്റൻഷൻ കൊടുക്കുന്നത് വഴി, അമ്മായിയമ്മ സ്വന്തം വാല്യൂ കൂട്ടിക്കാണിക്കുന്നത് വഴി, സ്വയം പുകഴ്ത്തി പറയുന്നത് വഴി, സ്വയം വലിയൊരാളാണെന്ന് വിചാരിച്ച് നടക്കുന്നത് വഴി, അത് അവരുടെ ഡെല്യൂഷനാണ്, അവരുടെ ഇല്യൂഷനാണ്. അത് അവരെ സ്വയം വലിയൊരാളാണെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ എന്താ, ചുറ്റിലുള്ള ആൾക്കാർ വിചാരിക്കും വലിയൊരാളാവണം, അല്ലാണ്ട് നടക്കില്ലല്ലോ ഇങ്ങനെ. അപ്പോൾ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ എന്താണ്, അമ്മായിയമ്മയുടെ ആ ഒരു ആഢ്യത്വത്തെ, ആ ഒരു അഭിനയത്തെ വിശ്വസിക്കാൻ സാധ്യത കൂടുതലാണ്. വിശ്വസിക്കുന്നതല്ല, അവരുടെ ഭയം കൊണ്ടും ആയിരിക്കും, അവരുടെ കോഡിപ്പെൻഡൻ്റ് പാറ്റേൺ കൊണ്ട് എന്താണ്, അമ്മയെ എന്താണ് എതിർക്കാൻ എന്താണ് അവർക്ക് ബുദ്ധിമുട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള മദർ ഇൻ ലോ എന്താണ്, പ്ലോട്ടിംഗ് ആണ്. അവർ നിങ്ങൾക്കെതിരെ പ്ലോട്ട് ചെയ്യാൻ തുടങ്ങിയത് തന്നെ എന്താണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ കുട്ടി ജനിക്കുമ്പോൾ മുതലേ എന്ന് തന്നെ നമുക്ക് പറയാം. എന്താണ്, അവർ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നുള്ള ഒരു അറിവ് വരുമ്പോൾ അപ്പോൾ അവർ നിങ്ങൾക്കെതിരെ പ്ലോട്ട് ചെയ്യാൻ തുടങ്ങിയത് നിങ്ങളെ കാണുന്നതിന് മുമ്പേ തന്നെയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഭയങ്കര ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള പ്യുവറായിട്ടുള്ള ഒരു സോളാവുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാവുമ്പോൾ, നിങ്ങളെ മനിപ്പുലേറ്റ് ചെയ്ത് എന്താണ്, നിങ്ങളുടെ കോൺഫിഡൻസ് തകർക്കുന്ന ആ ഒരു വഴി മാത്രമേ അവർക്ക് ആ ഒരു ഡിസ്ഫങ്ഷൻ നിലനിർത്താനും അമ്മായിയമ്മയുടെ ആ ഒരു സിംഹാസനം കളയാതിരിക്കാനും എന്താണ് സഹായിക്കുകയുള്ളൂ. പിന്നെ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഫാമിലി സിസ്റ്റത്തിൽ മദർ ഇൻ ലോ എന്താണ് വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കും. അവർക്ക് പൈസ അവർ ചിലവഴിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അവരുടെ ആ ഒരു ചോയ്സ് മണി ഹാൻഡിലിങ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും അവരെത്രമാത്രം പൊസഷൻസ് ആഗ്രഹിക്കുന്നുണ്ട്, എത്രമാത്രം നല്ല തിളങ്ങുന്ന വസ്ത്രങ്ങളും നല്ല അച്ചടക്കത്തിലുള്ള നല്ല ടിപ് ടോപ്പായിട്ട് അവർ വസ്ത്രം ധരിക്കുന്നതും സമയമെടുത്ത് ഒരുങ്ങുന്നതും നമുക്ക് കാണാൻ കഴിയും. അവർക്ക് പൈസ കിട്ടാൻ അവരൊക്കെ എന്ത് ചെയ്യാം, ആര് വഴി എന്ത് ചെയ്യാം, പൈസയുള്ള ആളുകൾ, ജോലിയുള്ള ആളുകൾ ആരൊക്കെയാണ് ചുറ്റിലുമുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ എപ്പോഴും ചോദിക്കുന്നത് കാണാം, നിൻ്റെ ജോലി എന്താണ്, നിൻ്റെ സ്റ്റാറ്റസ് എന്താണ്. അപ്പോൾ അത് അവരെന്താണ്, അപ്പോൾ അതൊക്കെ അറിഞ്ഞു വെക്കുകയാണ്, ആരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു കാര്യം അറിഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നാർസിസിസ്റ്റിക് ആയിട്ടുള്ള മദർ ഇൻ ലോയുടെ കുറച്ച് പ്രത്യേകതകൾ. നമ്മൾ ഈ വീഡിയോ ലോങ് ആയി പോകാണ്ടിരിക്കാൻ നമ്മളിവിടെ വെച്ച് നിർത്താണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഞാനുമായി സെഷൻ വേണമെങ്കിൽ എന്താണ്, നിങ്ങൾ എൻ്റെ ബയോയിലുള്ള ലിങ്കിൽ പോയിട്ട് അവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനുമായി ഒരു പ്രൈവറ്റ് സെഷൻ സാധ്യമാവുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.